മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ ഫിലിപ്പീസിനോട് ചോദിക്കുകയാണ്, മഞ്ജു ഇപ്പം എൻ്റെ പെങ്ങളാണ്. കണ്ണൻ സാറും മാഡം എന്നെ ഒരു ആങ്ങളെ പോലെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പെങ്ങൾക്കൊരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളോട് മോശമായി പെരുമാറിയ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്നിങ്ങനെ പറയണേ. ഇല്ല, വെറുതെ വിടാൻ പാടില്ല എന്നിങ്ങനെ പറയണ്. അതേസമയം മഞ്ജു മാർക്കോയുടെ കാര്യങ്ങളെല്ലാം പറയണ്. എനിക്ക് കണ്ണേട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടും, പക്ഷേ എനിക്ക് എൻ്റെ ആൾക്കാരോട് ഒരു സഹായവും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരാരെയും ബുദ്ധിമുട്ടിക്കരുത്. അതേപോലെ സാഗരേട്ടനെ ഒറ്റയ്ക്ക് ജോലിയെടുത്ത് കൊണ്ടുവരുമ്പോൾ കുടുംബത്തിന് പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് ഞാൻ അവിടെ പോയത്. എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ വന്നിട്ട് മേഘനാഥ് എന്നെ ആ മാനേജറോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദ്രവിക്കും, എന്നെ ചീത്ത പറയും, എല്ലാ കാര്യങ്ങളും മാർക്കോയോട് പറയണം കേട്ടോ. അത് കേട്ടതോടെ കൂടിയിട്ട് മാർക്കോയ്ക്ക് ഇരിക്കപ്പുറതി ഇല്ലാതായി. എന്തായാലും ശരി, ആ മാനേജർക്ക് ഇട്ട് ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മാർക്കോ പോവുകയാണ് കേട്ടോ. മാർക്കോ പോയതും ആ മാനേജറുടെ മുൻപിൽ പറഞ്ഞിട്ട് പറയണം, നീ എൻ്റെ പെങ്ങളെ തൊട്ട് കളിച്ചു ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് ചെകിട് നോക്കിയിട്ട് അടിക്കുകയാണ് കേട്ടോ. നിൻ്റെ പെങ്ങളോ, അതാരാണ് എന്നിങ്ങനെ ചോദിക്കും. എൻ്റെ പെങ്ങളെ ആരാണെന്ന് നിനക്ക് അറിഞ്ഞില്ലടാ എന്ന് ചോദിച്ചിട്ട് അടിവയറ്റിലൊക്കെ അങ്ങനെ ചവിട്ടുകയാണ് കേട്ടോ മാർക്കോ. മാനേജർക്ക് എന്ത് ചെയ്യണമെന്നൊന്നും ഒന്നും അറിയാതെ നല്ല പെരുമാറുകയാണ്. ഇത് ഇനി മേലിൽ നീ എൻ്റെ പെങ്ങളോടൊന്നല്ല ഒരു പെൺകുട്ടികളോടും നീ അസഭ്യമായിട്ടോ ഒരു നോട്ടം കൊണ്ടോ നിൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാർക്കോ നന്നായിട്ട് പെരുമാറുകയാണ് കേട്ടോ. പിന്നീട് മാനേജർ ആകെ മേഘനാഥനോട് വിളിച്ച് പറയുകയാണ്, ഏതായാലും ആ മാർക്കോ എന്നോ ആരോ ആണ് ഒരാൾ വന്നിട്ട് എന്നെ പെരുമാറി എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കും മേഘനാഥൻ ആകെ ആദ്യമാകുകയാണ്. കാരണം മാർക്കോ ഇനി വരുന്നത് മഞ്ജുവിനെയും സാഗറേയും അടിക്കാൻ വേണ്ടിയിട്ട് മേഘനാഥൻ്റെ അടുത്ത് പോയിട്ടുണ്ടല്ലോ. മേഘനാഥന് എന്തായാലും ഒരു പണി കിട്ടും. ഫിലിപ്പോസിനോട് മാർക്കോ പറയുന്നുണ്ട്, ഇനി കൊടുക്കേണ്ട പണി മേഘനാഥനാണ്. അവൻ്റെ അപ്പനെ പോലെ തന്നെ അവനെയും വീൽ ചെയറിൽ നിർത്തണം. അവൻ മഞ്ജുവിനെയും സാഗറേയും ജീവിക്കാൻ വിടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇനി ഞാൻ പോകുന്നത് അവരുടെ അടുത്തേക്കാണ് എന്ന് മാർക്കോ ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. കരുണയ്ക്ക് യാതൊരു പ്രിസറിപ്പോ ആ പഴയ കരുണയോ ഒന്നുമല്ല. അതേപോലെ തന്നെയാണ് ഉണ്ണി ഇപ്പോൾ കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ട് ഉണ്ണിയുടെ മുഖം തന്നെ ഒരു രൂക്ഷഭാവമാണ് കേട്ടോ. അതേസമയം ഇവരെല്ലാവരും കൂടി വന്ന സമയത്ത് മോഹൻ ഓടിപ്പോവുകയാണ് കേട്ടോ. മോളെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. കരുണയൊന്ന് കെട്ടിപ്പിടിക്കണ പോലെ പോവുകയാണ്. നിങ്ങളെന്നെ തൊട്ടു പോകരുത് എന്ന് പറയുകയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങളെൻ്റെ രണ്ടാനമ്മയാണോ? നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ? നിങ്ങളെന്നെ തൊട്ടു പോകരുത് എന്ന് പറയണം കേട്ടോ. അത് കേട്ടത് തന്നെ മോഹിനി ആകെ സ്തംഭിച്ചു പോവുകയാണ് കേട്ടോ. മോളെ, ഞാനല്ല അത് ചെയ്തത്. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നിൻ്റെ മുത്തശ്ശിക്ക് നിൻ്റെ അച്ഛനും അറിയാം എന്നിങ്ങനെ പറയണം. ആരെന്തറിഞ്ഞാലും ശരി, എനിക്ക് മാത്രമാണല്ലോ നഷ്ടം, എൻ്റെ കുഞ്ഞാണല്ലോ പോയത് എന്ന് പറഞ്ഞിട്ട് മോഹിനിയെ തട്ടി മാറ്റിയിട്ട് കരുണകത്തേക്ക് പോവുകയാണ് കേട്ടോ. അതേപോലെ മുത്തശ്ശിയൊക്കെ മോഹിനിയെ രൂക്ഷമായി നോക്കുകയാണ്. അതിനുശേഷം ഉണ്ണിയോട് മോഹിനി കൈപ്പിടിച്ചിട്ട് പറയണം, മോനെ നീ ഇതൊന്നും കേൾക്കരുത്, നീ നല്ല ചിന്തയായിട്ട് നടക്കണം. മഹാലക്ഷ്മിയെയും അതുപോലെ കണ്ണനെയും മോൻ അനുസരിച്ച് ജീവിക്കുന്നതാണ് മോന് നല്ലത്. സത്യത്തിൻ്റെ പാതയിൽ നടക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ണിക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. ഞാൻ അറിയാതെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു മകളേ ഉള്ളൂ, മഹാലക്ഷ്മി മാത്രമേ ഉള്ളൂ, അത് ഈ കരുണമോള് നിങ്ങളുടെ ആരുമല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്, അതെനിക്ക് ഉറപ്പായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയും മോഹിനിയെ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. മോഹിനി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്.